എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ പേപ്പറിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാനുള്ളത്. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, സോ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഓർ ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ. ഇൻസിഡൻസ് ഓഫ് ടാക്സ് or tax liability of a person depends upon residential status of the person. ഓക്കെ, അപ്പോൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് അടയ്ക്കാൻ ഒരാൾ ബാധ്യതപ്പെടുകയാണെങ്കിൽ, ഇൻസിഡൻസ് ഓഫ് ടാക്സ് പറയാൻ ടാക്സ് അടയ്ക്കാൻ ബാധ്യതപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നതും എത്രമാത്രം ടാക്സ് അടയ്ക്കണം അതിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നതും റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, ഇപ്പോൾ കമ്പനീൻ്റെ കേസൊക്കെ ആണെങ്കിൽ ടാക്സ് ലയബിലിറ്റീൻ്റെ അളവ് ഫോറിൻ കമ്പനിക്ക് എന്താണ് അതിൻ്റെ ശതമാനം കുറച്ചും കൂടി കൂടുതലാണ്. റെസിഡൻഷ്യൽ കമ്പനീനെക്കാട്ടും ഇന്ത്യൻ കമ്പനിയെക്കാളും കുറച്ചും കൂടി ശതമാനം കൂടുതലാണ്, പക്ഷേ സർചാർജ് കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് ലയബിലിറ്റിയും ഇൻസിഡൻസ് ഓഫ് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുണ്ടോ ഇല്ലയോ എന്ന്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുണ്ടോ ഇല്ലയോ എന്നതാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാക്സ് ലയബിലിറ്റി പറഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ട തുക എത്രയാണെന്നത്, ആ ലയബിലിറ്റീൻ്റെ എമൗണ്ടും ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സിറ്റിസൺഷിപ്പ് അല്ല, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഏതാ സെക്ഷൻ പറയുന്നത്? സെക്ഷൻ 5 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 5 സേസ് ഇറ്റ് സോ. സോ വാട്ട് ഈസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ, ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ അസസി ഈസ് ഡിറ്റർമൈൻഡ് വിത്ത് റെഫറൻസ് ടു ദി റെസിഡൻസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ അസസി ഈസ് ഡിറ്റർമൈൻഡ് വിത്ത് റെഫറൻസ് ടു ഹിസ് റെസിഡൻസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. അതായത് ഇദ്ദേഹം പ്രീവിയസ് ഇയറിൽ, നമ്മൾ പ്രീവിയസ് ഇയർ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്, ആ വർഷം, അതായത് ഒരു വർഷം, ഏത് വർഷമാണോ ഒരു വ്യക്തി ഇൻകം സമ്പാദിക്കുന്നത് അതാണ് പ്രീവിയസ് ഇയർ. ആ ഇൻകം സമ്പാദിച്ചു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷമാണ് അദ്ദേഹം അതിനുള്ള ടാക്സ് അടയ്ക്കുക, അതാണ് അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുൻപുള്ള വർഷത്തിൻ്റെ പേരാണ് പ്രീവിയസ് ഇയർ. ആ പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തിയുടെ റെസിഡൻസ് ഇൻ ഇന്ത്യ, എത്ര കാലം ഇന്ത്യയിൽ താമസിച്ചു എന്നുള്ളതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. ഓക്കെ, സിറ്റിസൺഷിപ്പ് അല്ല. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 6 സബ്സെക്ഷൻ 1, അക്കോർഡിംഗ് ടു സെക്ഷൻ 6 സബ്സെക്ഷൻ 1, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ മേ ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ പോപ്പുലർലി നോൺ ആസ് ഓർഡിനറി റെസിഡൻറ്റ്. റെസിഡൻറ്റ് ഇൻ ഇന്ത്യ പോപ്പുലർലി നോൺ ആസ് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ സാധാരണ ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ടും അറിയപ്പെടുന്നുണ്ട്, നോൺ റെസിഡൻ്റ് ആയിട്ടും അറിയപ്പെടുന്നുണ്ട്. നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ തീരെ റെസിഡൻ്റ് അല്ല. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഇത്? ഓർഡിനറി റെസിഡൻറ്റ്. ഈ 3 കാറ്റഗറീസ് ആണ് റെസിഡൻസിനെ തരം തിരിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു 3, വിച്ച് ഈസ് ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സും ടാക്സ് ലയബിലിറ്റിയും വരുന്നത്. ഓക്കെ, സോ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ അസസി ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഫോളോയിങ് കണ്ടീഷൻസ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് താഴെ പറയുന്ന കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് നമ്മൾ നോക്കേണ്ടത്, അത് തിരിച്ചറിയേണ്ടത്. അത് നമുക്ക് റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ബേസിക് കണ്ടീഷനാണ്. അടിസ്ഥാനപരമായിട്ട് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ഹീസ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രീവിയസ് ഇയർ ഫോർ 182 days. ഒരു വ്യക്തി ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയറിൽ 182 ദിവസങ്ങൾ നിന്നാൽ അയാൾ റെസിഡൻ്റ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ, 182 ദിവസങ്ങൾ. ഓർ അതല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 365 days ഡ്യൂറിംഗ് ദ 4 years പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 വർഷങ്ങളിൽ. അപ്പോൾ ബേസിക് കണ്ടീഷൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു ലൈന് വരച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവിഷൻ്റെ ഉള്ളിൽ പെടുന്നതാണ് ഒരു വർഷമായിട്ട് പരിഗണിക്കുക. ഇതൊരു വർഷമാണ് പൂർണ്ണമായിട്ട്, ഇതൊരു വർഷം, ഓരോ വർഷം. ഇത് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ആണ്. ഓക്കെ, ഈ വർഷമാണ് നമ്മൾ കണക്ക് കൂട്ടാൻ പോകുന്നത്, ഇൻകം ടാക്സ് അടയ്ക്കണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഏത് വർഷം നമ്മൾ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടാവുക? ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്ന് പറയാം. ഇത് അസസ്മെൻറ്റ് ഇയർ ആകുമ്പോൾ ഇത് റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അപ്പോൾ ബേസിക് കണ്ടീഷനിൽ ആദ്യം പറയുന്നത്
ഈ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 ദിവസങ്ങളിൽ ഇദ്ദേഹം നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ക്ലിയർ ആണ്. പക്ഷേ 182 ദിവസങ്ങൾ നിന്നിട്ടില്ലെങ്കിൽ ബേസിക് കണ്ടീഷനിൽ പറയുന്നത് ഈ റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 പ്രീവിയസ് ഇയറുകളിൽ ഇദ്ദേഹം 365 ദിവസങ്ങളിൽ നിന്നിരിക്കണം. 365 ദിവസങ്ങളിൽ നിന്നിരിക്കണം, ഇന്ത്യയിൽ നിന്നിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ദിവസങ്ങൾ നിന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണോ നമ്മളിപ്പോൾ 364 ദിവസം നിന്ന് 5-ാമത്തെ ദിവസം വിദേശത്ത് പോയി, പക്ഷേ ആ ദിവസം കൂടി കൗണ്ട് ചെയ്യും. 5-ാമത്തെ ദിവസം വിദേശത്ത് പോയാൽ പോയ ദിവസം കൂടി കൗണ്ട് ചെയ്യും. ഒരേ ദിവസം വന്നു, ഒരു ദിവസം പോയി എന്ന് കൂട്ടുക. ആ വന്ന ദിവസം കൗണ്ട് ചെയ്യും, പോയ ദിവസം കൗണ്ട് ചെയ്യും. ഒരു ഫുൾ ഡേ ആയിട്ട് കൗണ്ട് ചെയ്യും. ഉച്ചക്ക് പോയാലും അത് ഫുൾ ഡേ ആയിട്ട് കൗണ്ട് ചെയ്യും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? 182 ദിവസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ 182 ദിവസം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം നോക്കുക ഇതിന് മുൻപുള്ള 4 പ്രീവിയസ് ഇയറിൽ 365 ദിവസം നിന്നോ എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം കൂടി നിൽക്കണം. 60 ഡേയ്സ്, 60 ഡേയ്സും കൂടി നിൽക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി കണ്ടീഷൻ വരണം. ഇതിൻ്റെ കൂടെ എന്ത് വേണം? ഇതും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെങ്കിൽ പിന്നെ ഇത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ക്ലിയർ അല്ലെങ്കിൽ എന്ത് നോക്കുക? ഈ 2 കണ്ടീഷനും വരുന്നുണ്ടോ നോക്കുക. ഇത് രണ്ടും ഒരുമിച്ച് വരികയും വേണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ബേസിക് കണ്ടീഷൻ ഈസ് ക്ലിയർ. ഓക്കെ, ബേസിക് കണ്ടീഷൻ ക്ലിയർ ആണ്. ഇനി ബേസിക് കണ്ടീഷൻ കഴിഞ്ഞിട്ട് അടുത്തത് പറയുന്നത് അഡീഷണൽ കണ്ടീഷനാണ്. ഓക്കെ, അഡീഷണൽ കണ്ടീഷൻ ശ്രദ്ധിക്കുക. ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് ദ 10 പ്രീവിയസ് ഇയേഴ്സ് പ്രൊസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് മുൻപുള്ള 10 പ്രീവിയസ് ഇയറിൽ ഇദ്ദേഹം 2 വർഷമെങ്കിലും റെസിഡൻ്റ് ആയിരിക്കണം. 2 വർഷമെങ്കിലും റെസിഡൻ്റ് ആയിരിക്കണം. അതോടൊപ്പം മറ്റൊരു പോയിന്റ് പറയുന്നത് ഹി ഷുഡ് ഹാവ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 ഡേയ്സ് ഇൻ ഓൾ ഡ്യൂറിങ് ദ 7 പ്രീവിയസ് ഇയർ പ്രൊസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഈ 2 കണ്ടീഷൻസ് എന്താണ് ഉണ്ടെങ്കിലേ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ ഇതാണ്. ഈ വർഷമാണ് നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഇതാ വരുന്നത്. ഓക്കെ, അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് മുൻപായിട്ടുള്ള 10 പ്രീവിയസ് ഇയർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10ാമത്തെ പ്രീവിയസ് ഇയർ ഇതായിട്ട് കൂട്ടാം. ഓക്കെ, ഈ 10 പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും 2 ഇയറിൽ ഇദ്ദേഹം എന്തായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. ഏതെങ്കിലും 2 വർഷങ്ങളിൽ ഇദ്ദേഹം എന്തായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. ഏതെങ്കിലും 2 വർഷങ്ങളിൽ, അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് മുൻപുള്ള ഇതിന് മുൻപ് വരുന്ന 10 പ്രീവിയസ് ഇയറുകളിൽ ഏതെങ്കിലും 2 എണ്ണത്തിൽ റെസിഡൻ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ എന്ത് വേണം? റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ തൊട്ട് മുൻപ് വരുന്ന 7 പ്രീവിയസ് ഇയറിൽ 1, 2, 3, 4, 5, 6, 7 പ്രീവിയസ് ഇയറിൽ 730 ദിവസങ്ങളിൽ നിൽക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ആയെങ്കിലേ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ. രണ്ടും വേണം. ഇത് സാറ്റിസ്ഫൈ ആയിട്ട് ഇതായിട്ടില്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. ബേസിക് കണ്ടീഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതിയായിരുന്നു. അഡീഷണൽ ആകുമ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ആവണം. ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ 2 കണ്ടീഷൻസ് കണ്ടു. നമ്മൾ ബേസിക് കണ്ടീഷനും കണ്ടു, അഡീഷണൽ കണ്ടീഷനും കണ്ടു. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷനും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കുന്നത്? സോ ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ, റെസിഡൻറ്റ് ബട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ an individual is a resident or ordinarily resident if he satisfy any one of the basic condition and both additional conditions. അപ്പോൾ നമ്മൾ കണ്ട ബേസിക് കണ്ടീഷൻ, അതിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷൻസും ഒരു ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്താണ്? റെസിഡൻറ്റ് ബട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയി. ഓക്കെ, രണ്ടാമതായിട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ആവണമെന്ന്. അപ്പോൾ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ
ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുക, പക്ഷേ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാൻ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നാണ്. കാര്യം 2 കണ്ടീഷൻസ് ആണ് അഡീഷണൽ കണ്ടീഷനുണ്ട്. ആ രണ്ടും സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. അപ്പോൾ ബേസിക് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. അത് കഴിഞ്ഞ് നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ എന്താണ്? നോൺ റെസിഡൻറ്റ്. അത് കുറച്ചും കൂടി സിമ്പിളാണ് ഓർമ്മിക്കാൻ. നോട്ട് ഓർഡിനറിലി ഓർമ്മിച്ച് വെക്കുക. ബേസിക് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ആവാൻ പാടുള്ളൂ. ബേസിക്കിൻ്റെയും അഡീഷണലിൻ്റെയും റൂൾസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ ശ്രദ്ധിക്കുക. മിസ്റ്റർ ടോം ലെഫ്റ്റ് ഫോർ കാനഡ ഓൺ 15th May 2017. അപ്പോൾ ടോം മെയ് മാസം 15-ാം തീയതി 2017 കാനഡയിലേക്ക് എന്താണ് പോയി. ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ഇന്ത്യ ഫോർ 10 years. ഇന്ത്യയിൽ 10 വർഷം നിന്നതിന് ശേഷമാണ് പോകുന്നത്. ഹി കെയിം ബാക്ക് ഓൺ 1st September 2019. 1st September 2019 ടോം തിരിച്ചു വന്നു. ഡിറ്റർമിൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. 2020-21 ടോമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എത്രയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ശ്രദ്ധിക്കുക. ടോം വാസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2019-20. അതായത് 2019-20. അപ്പോൾ സെപ്റ്റംബർ 1 വന്ന ആൾ സെപ്റ്റംബർ 1 മുതൽ 1 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം കൂടി കൂട്ടണം. സെപ്റ്റംബർ 1 മുതൽ മാർച്ച് 31, 2020 മാർച്ച് 31 വരെയാണ് അസസ്മെൻറ്റ് ഇയർ വരുന്നത്, പ്രീവിയസ് ഇയർ വരുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ 2019 മുതൽ 2020 വരെ ഉള്ളത് അല്ലേ. 2019 April 1 മുതൽ 2020 മാർച്ച് 31 വരെയാണ് നമ്മുടെ 2019 മുതൽ 2020 വരെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ഉള്ളത്. 2019 April 1 മുതൽ 2020 മാർച്ച് 31 വരെ. സെപ്റ്റംബർ 1 ടോം തിരിച്ചു വരുന്നത്. അപ്പോൾ ഇദ്ദേഹം എത്ര ദിവസം നിന്നെന്ന് വെച്ചാൽ 213 ദിവസങ്ങളിൽ നിന്നിട്ടുണ്ട്. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 213 ദിവസം നിന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? 182 ദിവസങ്ങൾ പ്രീവിയസ് ഇയറിൽ നിൽക്കുക എന്നുള്ളത്. അത് സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ ബേസിക് കണ്ടീഷൻ, രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. ഈ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ എന്താണ്? ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മതി. അപ്പോൾ ആദ്യത്തെ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നോക്കേണ്ട ആവശ്യമേ ബേസിക് കണ്ടീഷനിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ബേസിക് കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈഡ് ആണ്. ബേസിക് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അഡീഷണൽ കണ്ടീഷനോ? അപ്പോൾ ഇതിന് മുൻപുള്ള 10 വർഷങ്ങളിൽ ഇദ്ദേഹം 2 വർഷങ്ങൾ റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2017 പോകുന്നത്. 2019-20 തിരിച്ചു വരുന്നത്. ഓക്കെ, 18-19 ഇവിടെ ഇല്ല. പിന്നെന്താണ്? 17-18 പോകുന്നത്. 2017-18 പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപുള്ള 10 വർഷങ്ങളിലും ഇയാൾ എവിടെയായിരുന്നു? ടോം ഇന്ത്യയിൽ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ 10 വർഷങ്ങളിലും ഇയാൾ എന്തുണ്ട്? 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡൻറ്റുമാണ്. അപ്പോൾ ആദ്യത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ ഇയാൾ എന്തായാലും 730 ദിവസങ്ങളിൽ, ഈ പ്രീവിയസ് ഇയറിന് മുൻപുള്ള 7 വർഷങ്ങളിൽ 730 ദിവസങ്ങളിൽ എന്താണ്? ഇന്ത്യയിൽ നിന്നിട്ടുണ്ടാവണം. അപ്പോൾ അതും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ്? ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ശ്രദ്ധിക്കുക. മിസ്റ്റർ ടോം വാസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2019-20 ഫോർ 213 days. Hence, he satisfies the first basic condition. He left India in 2017 after staying in India for 10 years. Hence, he satisfies both additional conditions. So, hence, Mr. Tom is a resident in India. അപ്പോൾ മിസ്റ്റർ ടോം എന്താണ്? ഇന്ത്യയിലെ ഒരു റെസിഡൻ്റ് ആണ്. ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കാണും. ഒരു ചോദ്യം കൂടി ഉദാഹരണമായിട്ട് നോക്കാം. മിസ്റ്റർ ആദർശ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മുംബൈ, left India to Germany in May 2016. He came back to India to settle in India on 15th February 2020. Determine his residential status for assessment year 2020-21. ഓക്കെ, മിസ്റ്റർ ആദർശ് എന്നാണ് വ്യക്തിയുടെ പേര്, ഇൻഡിവിജ്വൽ ആണ്. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മുംബൈ ആണ്. അപ്പോൾ ഇന്ത്യയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. 2016 മെയ്യിൽ ഇന്ത്യ വിട്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് February 15, 2020 അപ്പോൾ ഇദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ശ്രദ്ധിക്കുക. മിസ്റ്റർ ആദർശ് വാസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2019-20. അതായത് 2019-20 പ്രീവിയസ് ഇയറിൽ മിസ്റ്റർ ആദർശ് ഇന്ത്യയിൽ ആകെ 46 ദിവസം മാത്രമേ ഉള്ളൂ. ഓക്കെ,
15 ദിവസങ്ങൾ ഫെബ്രുവരിയിലും 31 ദിവസങ്ങൾ മാർച്ചിലും. സോ ഹി ഫെയിൽസ് ടു സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ. ആദ്യത്തെ ബേസിക് കണ്ടീഷൻ എന്തായിരുന്നു? 182 ദിവസങ്ങളിൽ ഇന്ത്യയിൽ താമസിക്കണം പ്രീവിയസ് ഇയറിൽ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്തായാലും ഫെയിൽഡാണ്. ഇനി രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പറയുന്നത് മുൻപുള്ള 4 വർഷങ്ങളിൽ, അതായത് പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 വർഷങ്ങളിൽ ഇദ്ദേഹം 365 ദിവസങ്ങൾ ഇന്ത്യയിൽ താമസിക്കുകയും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും താമസിക്കുകയും വേണം. ഈ 2 കണ്ടീഷൻ കൂടി വേണമായിരുന്നു രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ. അതും ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നില്ല. കാര്യം 60 ദിവസം എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ഇവിടെ ഫെയിൽ ആവുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മിസ്റ്റർ ആദർശ് ഈസ് എ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് കണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആയിരുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, അപ്പോൾ സെക്ഷൻ വരുന്നത് സെക്ഷൻ 6 സബ്സെക്ഷൻ 2ലാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി മേ ബി എ റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഇൻഡിവിജ്വലിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് മാത്രമാണ് ഈ ഒരു കണ്ടീഷൻസ് 3 വരുന്നത്. റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു റെസിഡൻ്റ് ആവേണ്ട കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് റെസിഡൻറ്റ് ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫെയർ ഈസ് സിറ്റുവേറ്റഡ് ഹോൾലി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും ഒന്നുകിൽ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിനെ റെസിഡൻ്റായിട്ട് പരിഗണിക്കുന്നു. ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയറിലായിരിക്കണം. ആൻഡ് കർത്ത സാറ്റിസ്ഫൈ ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് അപ്ലിക്കബിൾ ടു ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കർത്ത എന്ന് പറയുന്ന വ്യക്തി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞത് കർത്ത എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്താണ് 2 അഡീഷണൽ കണ്ടീഷൻസ് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യും വേണം. ഒരു ഇൻഡിവിജ്വലിന് വരേണ്ട 2 അഡീഷണൽ കണ്ടീഷൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞ 2 അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്താവുന്നുള്ളൂ, റെസിഡൻ്റ് ആവുന്നുള്ളൂ. അത് കഴിഞ്ഞ് അടുത്തതാണ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. എ HUF is not ordinarily resident when the control and management of its affairs is situated wholly or partly in India. ഓക്കെ, അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോളും മാനേജ്മെൻറ്റും ഒന്നുകിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിലും അല്ലെങ്കിൽ എന്താണ് ഭാഗികമായിട്ടും ഇന്ത്യയിലാണെങ്കിൽ എന്താണ് റെസിഡൻ്റായി. ഇനി നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ കർത്തക്ക് എന്താണ് ഈ 2 അഡീഷണൽ കണ്ടീഷൻ, നമ്മൾ ഇൻഡിവിജ്വലിൽ കണ്ട അഡീഷണൽ കണ്ടീഷൻസ് എന്താണ് കർത്തക്ക് അപ്ലിക്കബിൾ ആവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിട്ട് പരിഗണിക്കും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് എ നോൺ റെസിഡൻറ്റ്. അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എപ്പോഴാണ് നോൺ റെസിഡൻ്റ് ആവണമെന്ന് വെച്ചാൽ വെൻ ദി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഹോൾലി ഔട്ട്സൈഡ് ഇന്ത്യ. പൂർണ്ണമായിട്ടും ഇതിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പിന്നെ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി നോൺ റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ 3 തരം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് വരുന്നത്. ആദ്യത്തേത് റെസിഡൻ്റ് ആണ്. അപ്പോൾ ആ കണ്ടീഷനിൽ എന്താ പറയുന്നത്? അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് എ നോൺ റെസിഡൻറ്റ്. അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എപ്പോഴാണ് നോൺ റെസിഡൻ്റ് ആവണമെന്ന് വെച്ചാൽ വെൻ ദി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഹോൾലി ഔട്ട്സൈഡ് ഇന്ത്യ. പൂർണ്ണമായിട്ടും ഇതിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പിന്നെ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി നോൺ റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ 3 തരം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, നോൺ റെസിഡൻ്റ് ഉണ്ട്. ഈ 3 എന്താണ് സിറ്റുവേഷൻസ് ആണുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ. 3 സ്റ്റാറ്റസാണ് ഉള്ളത്. അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ കൺട്രോളും മാനേജ്മെൻറ്റ് എവിടെ ആയിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. കൺട്രോളും മാനേജ്മെൻറ്റും ഇന്ത്യയിലായിരിക്കണം. അതേപോലെ കർത്തക്ക് എന്ത് വേണം? കർത്തക്ക് ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണം. ഓക്കെ, അപ്പോൾ കർത്തി എന്താവണം? കർത്തിയും ഓർഡിനറി റെസിഡൻ്റ് ആവണം. പിന്നെ എന്താണ് ഇതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എന്താണ് ഇന്ത്യയിലും ആയിരിക്കണം. അപ്പോൾ എന്താണ് അത് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇനി നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്താണ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം. പക്ഷേ കർത്തക്ക് ഇവിടെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കർത്തക്ക് ഉണ്ടാവില്ല, അഡീഷണൽ കണ്ടീഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കർത്ത ഇവിടെ എന്താണ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. കർത്ത നോട്ട് ഓർഡിനറി റെസിഡൻറ്റും കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലും ആകുമ്പോൾ HUF എന്താ അറിയപ്പെടുന്നത്? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോൺ റെസിഡൻ്റ് എപ്പോഴാവുന്നത്?
കൺട്രോളും മാനേജ്മെൻറ്റും ഇന്ത്യയിലല്ലാത്തപ്പോഴാണ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡ് ഫാമിലിയിൽ പറയാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഇൻ ഗുജറാത്ത് ക്യാരീസ് ഓൺ ദ ബിസിനസ് ഓഫ് എക്സ്പോർട്സ് ഓഫ് ടെക്സ്റ്റൈൽസ് ഗുഡ്സ് ടു ദുബായ് ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഇറ്റ് ഹാസ് ആൻ ഓഫീസ് ഇൻ ദുബായ് വിച്ച് ഈസ് മാനേജ്ഡ് ബൈ ദ younger brother of Karta. Okay, the Karta resides in India permanently but visits Dubai occasionally. Policy decisions are taken by the Karta. Determine the residential status of HUF. ഈ HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എവിടെയുള്ളത്? അത് ഇന്ത്യയിലുള്ളത്. ബിസൈഡ്സ് കർത്ത എന്താണ്? ഈ സാറ്റിസ്ഫൈസ് ബോത്ത് കണ്ടീഷൻ. ഇടയ്ക്കാണ് ദുബായി പോകുന്നുള്ളൂ. കർത്ത ഇടയ്ക്കേ ദുബായി പോകുന്നുള്ളൂ. കർത്തയുടെ അനിയനാണ് ഇവിടെ നിൽക്കുന്നത്, ദുബായിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇടയ്ക്ക് പോയി വന്നിട്ട് എന്താണ് മാനേജ് ചെയ്യാണ്. അപ്പോൾ എന്താണ് ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും കർത്ത സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ HUFൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റ് എവിടെയുള്ളത്? എവിടെയാണോ കർത്ത ഉള്ളത് അവിടെയാണ് കൺട്രോളും മാനേജ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷനും എന്താണ് സാറ്റിസ്ഫൈ ആകുന്നതുകൊണ്ട് ദ HUF ഈസ് എ ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ ഫേം ആണ്. ഒരു ഫേമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതേപോലെ ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെയൊക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലിനും HUFനും മാത്രമേ 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ പേഴ്സൺസിനും, ഇപ്പോൾ ഫേം, കമ്പനി ഒക്കെ ഉള്ള മറ്റുള്ള എന്താണ് പേഴ്സൺസിനൊക്കെ 2 റെസിഡൻഷ്യൽ സ്റ്റാറ്റസേ വരുന്നുള്ളൂ. ഒന്ന് റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ്? ഫേം, AOP അല്ലെങ്കിൽ BOIൻ്റെ ഒക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇന്ത്യൻ റെസിഡൻ്റ് ആണ് എന്ന് തീർച്ചപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഇറ്റ്സ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇസ് ഓർ ഇറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഇസ് സിറ്റുവേറ്റഡ് ഹോൾലി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. മൊത്തമായിട്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഇന്ത്യയിലോ അതിൻ്റെ കൺട്രോളോ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടാണ് ആ ഫേം, AOP, BOI അറിയപ്പെടുന്നത്. എപ്പോഴാണ് നോൺ റെസിഡൻ്റ് ആവുന്നത്? ഇതിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും എൻറ്റയർലി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ എന്താണ് അത് നോൺ റെസിഡൻ്റ് ആയിട്ട് അറിയപ്പെടുന്നു. ഇതിന് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് വരുന്നില്ല. ഇനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി ശ്രദ്ധിക്കുക. അപ്പോൾ സെക്ഷൻ 6 സബ്സെക്ഷൻ 3യിലാണ് വരുന്നത്. ഓക്കെ, കമ്പനി മേ ബി ഐദർ റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. ഒന്നുകിൽ റെസിഡൻ്റ് ആവാം അല്ലെങ്കിൽ എന്താണ് നോൺ റെസിഡൻ്റ് ആവാം. അപ്പോൾ റെസിഡൻറ്റ് എപ്പോഴാവുന്നതെന്ന് വെച്ചാൽ കമ്പനി സെറ്റ് ടു ബി റെസിഡൻറ്റ് ഇഫ് ഇറ്റ് ഇസ് എൻ ഇന്ത്യൻ കമ്പനി. ഒരു ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി ആണെങ്കിൽ ഇറ്റ് ഈസ് നോർമലി ആൻ ഇന്ത്യൻ കമ്പനി. ഓക്കെ, അതല്ലെങ്കിൽ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ ദി എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, പോയം എന്ന് നമ്മൾ ഷോർട്ടാക്കി പറയും. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് പോയം എന്ന് പറയും. അപ്പോൾ അത് ഇന്ത്യയിലാകുമ്പോൾ എന്താണ് ഈ കമ്പനിയെ ഒരു റെസിഡൻ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ദാറ്റ് മീൻസ് ഇന്ത്യൻ കമ്പനീസ് ആർ ഓൾവേസ് റെസിഡൻറ്റ്. നോൺ ഇന്ത്യൻ കമ്പനീസ് ആർ റെസിഡൻറ്റ് ഇഫ് ദി പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റെസിഡൻറ്റ് കമ്പനി ആയിട്ട് അറിയപ്പെടും. ഫോറിൻ കമ്പനി ആണെങ്കിൽ പോലും പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയറിൽ നമ്മളെ ഇന്ത്യയിലാണ് അതിൻ്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് എങ്കിൽ അത് ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നോൺ റെസിഡൻറ്റ് ശ്രദ്ധിക്കുക. കമ്പനിയുടെ നോൺ റെസിഡൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നോൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, എ കമ്പനി ഈസ് സെറ്റ് ടു ബി നോൺ റെസിഡൻറ്റ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് എൻ ഇന്ത്യൻ കമ്പനി ആൻഡ് ദി പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ കമ്പനി അല്ലാത്തൊരു കമ്പനി അതിൻ്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അതിനെ നോൺ റെസിഡൻ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, ടാക്സ് ഒരു വ്യക്തിക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും കൂടി നമ്മൾ പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി അസസി. ഇൻ അതർ വേർഡ്സ്, അസസീസ് ടാക്സ് ലയബിലിറ്റി ഡിപ്പെൻഡ് ഓൺ. നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ടാക്സ് ലയബിലിറ്റി, ഇൻസിഡൻസ് ഓഫ് ടാക്സ്. സോ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ അസസി. ഒരു അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണ്. In other words, an assessee's tax liability depends to a great extent on the residential status. Okay. Kinds of income. അപ്പോൾ ഈ പറയുന്ന ഇൻകം ആണെങ്കിൽ ഓരോ തരം ഇൻകം ഉണ്ട്. അപ്പോൾ ആ ഇൻകത്തിൻ്റെ സ്വഭാവം കൂടി എന്ത് വരുന്നുണ്ട്? ടാക്സ് ലയബിലിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻകത്തിൻ്റെ സ്വഭാവം
റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകത്തിന് പല കൈൻഡ് ഉണ്ട്. ഫസ്റ്റ് കൈൻഡ് ഈസ് ഇൻകം റിസീവ്ഡ്. ഓക്കെ, ഇൻകം റിസീവ്ഡ് മീൻ റെസീറ്റ് ഓഫ് ഇൻകം ഫോർ ദ ഫസ്റ്റ് ടൈം. ഇൻകം കയ്യിൽ മേടിക്കുന്നത്, ഇൻകം റിസീവ് ചെയ്യുന്നത്. ഇഫ് ദ ഇൻകം ഈസ് റിസീവ്ഡ് ഇൻ ന്യൂയോർക്ക് ഈസ് സബ്സിക്വൻ്റ്ലി റിമിറ്റഡ് ടു ഇന്ത്യ, ഇറ്റ് ഈസ് ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇൻകം നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയി ന്യൂയോർക്കിൽ ജോലി ചെയ്ത് ന്യൂയോർക്കിലാണ് നമ്മൾ ജോലി എടുത്ത് അതിൻ്റെ കാശ് വാങ്ങിയിട്ട് അത് നാട്ടിലേക്ക് അയക്കുമ്പോൾ ആ ഇൻകത്തിന് നമ്മൾ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നല്ല പറയുന്നത്. നാട്ടിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ പോലും ദാറ്റ് ഇൻകം ഈസ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അത് NRI, നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ സമ്പാദിക്കുന്ന ഇൻകമാണ്. ഓക്കെ, അപ്പോൾ ഇൻകം റിസീവ്ഡ് മീൻസ് എന്താണ്? നമ്മൾ ഇവിടെ ജോലി ചെയ്തിട്ട്, ഇന്ത്യയിൽ ജോലി ചെയ്തിട്ട് ഇവിടെ റിസീവ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് ജോലി ചെയ്യണം, അപ്പോഴാണ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ആവുന്നത്. ഓക്കെ, സിമിലർലി ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ സബ്സിക്വൻ്റ്ലി സെൻഡ് ടു ശ്രീലങ്ക, ഇറ്റ് ഈസ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. നമ്മൾ ഇവിടുന്ന് ജോലി ചെയ്തിട്ട് ഇവിടുന്ന് കാശ് വാങ്ങിയിട്ട് അത് ശ്രീലങ്കയിലേക്ക് സെൻഡ് ചെയ്താൽ എന്തായി? അത് പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിയ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഡീംഡ് ടു ബി എന്ന് പറയുകയാണെങ്കിൽ കരുതപ്പെടുന്ന ഇൻകം, ഇന്ത്യയിൽ റിസീവ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഇൻകം ഉണ്ട്. ഓക്കെ, ദിസ് മീൻസ് ഇൻകം വിച്ച് ഈസ് നോട്ട് ആക്ച്വലി റിസീവ്ഡ് ഇൻ ഇന്ത്യ ബട്ട് കൺസിഡേർഡ് ആസ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യാത്ത ഇൻകമാണ്, പക്ഷേ നമ്മൾ കരുതുന്നു ഇന്ത്യയിലാണ് ഇത് റിസീവ് ചെയ്തിരിക്കുന്നത് എന്ന്. ദി ഫോളോയിങ് ഇൻകംസ് കംസ് അണ്ടർ ദിസ് കാറ്റഗറി. താഴെ പറയുന്ന ഇൻകമാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ആദ്യം പറയുന്നത് ആനുവൽ അക്രീഷൻ. ആനുവൽ അക്രീഷൻ മീൻസ് ആനുവൽ ഇൻക്രീസ് ഇൻ ദ ബാലൻസ് ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓഫ് ആൻ എംപ്ലോയി. അപ്പോൾ എല്ലാ വർഷവും പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് ഒരു ഇൻക്രീസ് ഒരു വ്യക്തിക്ക്, ഒരു എംപ്ലോയിക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, രണ്ടാമതായിട്ട് ഡിവിഡൻഡ് ഡിക്ലയർഡ് ബൈ എ കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതും ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ദ ഇൻകം മസ്റ്റ് ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. TDS എന്താണെന്ന് വെച്ചാൽ മുൻകൂറായിട്ട് ടാക്സ് അടയ്ക്കുക. നമ്മളിപ്പോൾ ഒരാൾ സാലറി വാങ്ങുന്നുണ്ടെങ്കിൽ അയാളുടെ സാലറി ഒരു ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ ലിമിറ്റിൻ്റെ അപ്പുറം പോകുന്ന തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയും അയാളുടെ നിന്ന് ആദ്യമേ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. സാലറി കൊടുക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് സാലറി കൊടുക്കാതെ ടാക്സ് പിടിച്ചിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കാൻ പറയും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടാണ് പരിഗണിക്കുന്നത്. നാലാമത്തെ പോയിന്റ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഓർ ആഫ്റ്റർ 1 January 2004. ജാനുവരി 1, 2004 ശേഷം നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കാശ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, മെയിൻ പോയിന്റ് നോക്കുക. ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ. അക്രൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആണത് എന്താണ് ആ ഇൻകം ലഭിക്കാനുള്ള അവകാശം വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇൻകം ലഭിക്കാനുള്ള അവകാശം, അക്രൂസ് ഓർ അറൈസ് എന്ന് പറയുന്നതാണ്, ലഭിക്കാനുള്ള അവകാശം വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇൻകം ഈസ് സെഡ് ടു അക്രൂ ഓർ അറൈസ് വെൻ ദി assessee obtains ദി റൈറ്റ് ടു റിസീവ് ഇറ്റ്. അപ്പോൾ ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു ബംഗ്ലാദേശി വന്നിട്ട് ഇന്ത്യയിൽ ജോലി ചെയ്തു, ദെൻ ഹീസ് ഇൻകം അക്രൂസ് ഇൻ ഇന്ത്യ. ബംഗ്ലാദേശിൽ പോയിട്ട് അയാൾക്ക് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ദ ഇൻകം ഈസ് അക്രൂഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അത് എവിടെ ഉണ്ടാവുന്നത് ഇൻകം? അത് ഇന്ത്യയിൽ നിന്നാണ് ആ ഇൻകം ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഡീംഡ് ടു അക്രൂ, നമ്മൾ നേരത്തെ ഡീംഡ് ടു റിസീവ് എന്ന് പറഞ്ഞു. ഇപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ കരുതപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണ് അത് ലഭിക്കാനുള്ള അവകാശം കൈവരിച്ചത് എന്ന് കരുതപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകൾ ശ്രദ്ധിക്കുക. അതിൽ ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് കണക്ഷനുമായിട്ട് ഇൻകം വരികയാണെങ്കിൽ അത് ഡീംഡ് ടു ബി അക്രൂഡ് ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഇൻകം കിട്ടുന്നത് എങ്കിൽ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ നിന്ന്, അതെന്താണ്? ഡീംഡ് ടു ബി അക്രൂഡ് ഓർ അറൈസ് ഇൻ ഇന്ത്യ. കരുതപ്പെടുന്നത് ഇന്ത്യയിൽ നിന്ന് ആണ് ആ ഇൻകം കിട്ടാനുള്ള അവകാശം വന്നിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. സാലറി ഏൺഡ് ഇൻ ഇന്ത്യ വെൻ വർക്ക് ഡൺ ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നാലാമത്തെ പോയിന്റ്, സാലറി പേയബിൾ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫോർ സർവീസസ് റെൻഡേഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അതായത് സാലറി പേയബിൾ ബൈ, ഗവൺമെൻറ് ഒരു ഇന്ത്യൻ സിറ്റിസന് പുറത്ത് ജോലി ചെയ്തതിന്, ഗവൺമെൻറ് ജീവനക്കാരൻ പുറത്ത് പോയി ജോലി ചെയ്താൽ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി എന്താണ് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഒരു ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആൾ, അയാൾ ഇപ്പോൾ വിദേശത്ത് പോയിട്ടാണ് ജോലി ചെയ്യുന്നത് ഗവൺമെൻറ് ജോലീൻ്റെ ഭാഗമായിട്ട്, then it is considered to be deemed to be arise or accrue in India. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ്, ഡിവിഡൻഡ് പെയ്ഡ് ബൈ എൻ ഇന്ത്യൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യൻ കമ്പനി ഒരു ഔട്ട്സൈഡർക്ക് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡീംഡ് ടു ബി അറൈസ് ഓർ അക്രൂ ഇൻ ഇന്ത്യ ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ മണി ബോറോഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് കയ്യിൽ നിന്ന് എന്താണ് മണി ബോറോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഇൻട്രസ്റ്റ് ഇന്ത്യൻ കമ്പനി കൊടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഗവൺമെൻറ് മണി ബോറോ ചെയ്തിട്ടുണ്ട് പുറത്തു നിന്ന്. ഓക്കെ, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അപ്പോൾ വിദേശത്ത് നിന്ന് ഒരു കമ്പനിയോ ഒരു വ്യക്തിയോ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കാശ് കടമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അടുത്തത് റോയൽറ്റി പേയബിൾ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തെങ്കിലും റോയൽറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും, ഇറ്റ് ഈസ് ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. എട്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ്. ടെക്നിക്കൽ സർവീസിന് എന്തെങ്കിലും ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ റാഫേൽ വിമാനം വന്നു. അപ്പോൾ റാഫേൽ വിമാനത്തിന് വേണ്ട ടെക്നിക്കൽ സേവനങ്ങൾ ഫ്രഞ്ച് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഫ്രഞ്ച് കമ്പനിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റോയൽറ്റി ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ആ കമ്പനിക്കോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഗവൺമെൻറ്റിനോ ദാറ്റ് ഇൻകം ഈസ് ഡീംഡ് ടു ബി അക്രൂഡ് ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ടേബിളാണ് നമ്മൾ സമഗ്രമായിട്ട് നോക്കാനുള്ളത്. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ എഴുതി വെക്കുകയും വേണം. ഓക്കെ, ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും അത് ടാക്സബിൾ ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും അത് ടാക്സബിൾ ആണ്. ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആകുമ്പോഴും റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആകുമ്പോഴും. അത് കഴിഞ്ഞിട്ട് ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ, ഇൻകം ഇന്ത്യയിൽ അക്രൂ ആവുകയാണെങ്കിലും റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്. ഇൻകം ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആകുമ്പോൾ എന്താണ് റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്. അപ്പോൾ ഈ 4 കേസും റിസീവ്ഡ് ഡീംഡ് ടു ബി റിസീവ്ഡ്, അക്രൂഡ് ഡീംഡ് ടു ബി അക്രൂഡ്, ഈ 4 കേസിനും 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർക്കും എന്താണ് ഇൻകം ടാക്സബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഒരു ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ വരികയാണ്. ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് നിന്നാണ് വരുന്നത്. എവിടുന്നാണ് വരുന്നത്? ഇൻകം എവിടുന്നാണ് വരുന്നത്? ഇന്ത്യയിൽ നിന്ന് പുറത്തു നിന്നാണ് വരുന്നത്. ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു ബിസിനസ് നിയന്ത്രിക്കുകയാണ്, പക്ഷേ വരുമാനം വരുന്നത് എൻ്റെ ബിസിനസ് ഓപ്പറേഷനൊക്കെ പുറത്തുനിന്നാണ്, വരുമാനം വരുന്നത് ഫുള്ള് പുറത്തുനിന്നാണ്. ആ കേസിൽ ഞാൻ റെസിഡൻ്റ് ആണെങ്കിൽ എനിക്ക് ടാക്സബിൾ ആണത്. ഞാൻ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ നോട്ട് ടാക്സബിൾ ആണ്. ഓക്കെ, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ എന്താണ് നോട്ട് ടാക്സ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. പുറമേ തന്നെയാണ് ഇൻകം വരുന്നതും പുറമേ തന്നെയാണ് അത് കൺട്രോളും ചെയ്യുന്നതും. ആ കേസിൽ ഓർഡിനറി റെസിഡൻറ്റിന് മാത്രമേ ടാക്സബിലിറ്റി ഉള്ളൂ, ബാക്കി 2 റെസിഡൻസിനും ടാക്സബിലിറ്റി ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓൾ അതർ ഇൻകംസ് ഔട്ട്സൈഡ് ഇന്ത്യ, മറ്റേതെങ്കിലും ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് വരുമ്പോഴും ഓർഡിനറി റെസിഡൻറ്റിന് മാത്രമേ ടാക്സബിലിറ്റി ഉള്ളൂ, മറ്റ് 2 റെസിഡൻസിനും എന്തില്ല ടാക്സബിലിറ്റി ഇല്ല. ഓൾ അതർ ഇൻകംസ് ഔട്ട്സൈഡ് ഇന്ത്യ ആകുമ്പോൾ ഓർഡിനറി റെസിഡൻറ്റിന് മാത്രം ടാക്സബിലിറ്റി ഉള്ളൂ, ബാക്കി 2 റെസിഡൻസിനും ടാക്സബിലിറ്റി ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ് 8ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ്
or arisen outside India in earlier year but later on remitted to India during previous year. ആ കേസിൽ മാത്രം 3 പേർക്കും ടാക്സബിലിറ്റി ഇല്ല. അതായത് ഒരു 10 കൊല്ലം മുന്നേ ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട്, കാശ് കിട്ടിയിട്ടില്ല, ഇയാൾ തിരിച്ചു വന്നു, പിന്നീട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാശ് കിട്ടുന്നത്. ആ കേസാണെങ്കിൽ റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും 3 പേർക്കും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ആ ഒരു കേസിൽ മാത്രം. അതായത് പ്രീവിയസ് ഇയറിന് മുൻപുള്ള വർഷങ്ങളിൽ വിദേശത്ത് നിന്ന് എന്താണ് ഇൻകം കിട്ടുകയാണെങ്കിൽ മാത്രം. അതിൻ്റെ നിയന്ത്രണം വിദേശത്ത് തന്നെ ആയിരിക്കണം. ഓക്കെ, ഓഫ് ടോട്ടൽ ഇൻകം. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടോട്ടൽ ഇൻകം. ഇൻ കേസ് ഓഫ് റെസിഡൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ടോട്ടൽ ഇൻകം ഓഫ് എ റെസിഡൻറ്റ് എസ്എസ്സി ഷാൽ ഇൻക്ലൂഡ് ഓൾ ഇൻകംസ് ഏൺഡ് വെദർ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഫോളോയിങ് ഇൻകംസ് ആർ എക്സ്ക്ലൂഡഡ്. ഓക്കെ, ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇത് ഇൻക്ലൂഡഡ് ആണ്. ഇൻകം എക്രൂഡ് ഓർ ഡീംഡ് ടു എക്രൂ ഇൻ ഇന്ത്യ എന്താണ്, അതും ഇൻക്ലൂഡഡ് ആണ്, അതും ഇൻകമായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇൻകം റിസീവ്ഡ് ഓർ എക്രൂഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ എന്ത് ഇൻകം ഒരു റെസിഡൻറ്റ് എവിടെ നിന്ന് വാങ്ങിയാലും, ഇന്ത്യയിൽ നിന്ന് വാങ്ങിയാലും പുറമേ നിന്ന് വാങ്ങിയാലും റെസിഡൻ്റ് ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ ടാക്സ് അടച്ചിരിക്കണം. അമേരിക്കയിൽ പോയി ജോലി ചെയ്ത് വന്നിട്ട് അയാൾ റെസിഡൻ്റ് ആണെന്ന് വെക്കുക, അയാൾ ടാക്സ് അടയ്ക്കണം. റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് മുൻപ് അയാൾ ചെയ്തൊരു പണിക്ക് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ, ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന് മാത്രമേ എന്താണ് ഓർഡിനറി റെസിഡൻറ്റ് ടാക്സ് അടയ്ക്കാതിരിക്കാനുള്ള അവകാശമുള്ളൂ. രണ്ടാമത്തത്, ഇൻ കേസ് ഓഫ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആകുമ്പോൾ ടോട്ടൽ ഇൻകം ഓഫ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഷാൽ ഇൻക്ലൂഡ് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇത് വരും അല്ല, ഇൻകം റിസീവ്ഡും ഡീംഡ് ടു ബി റിസീവ്ഡ്, അത് മൂന്നും എന്താണ് ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും നോൺ റെസിഡൻറ്റിന് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇൻകം എക്രൂഡ് ഓർ ഡീംഡ് ടു എക്രൂ ഇൻ ഇന്ത്യ, ഇൻകം എന്താണ് ഇന്ത്യയിൽ എക്രൂ ആവണമെങ്കിലും 3 പേർക്കും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾ ഫ്രം ഇന്ത്യ. പക്ഷേ ഇവർക്ക് പുറമേ നിന്ന് സമ്പാദിക്കുകയാണെങ്കിൽ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ വിദേശത്ത് നിന്ന് സമ്പാദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിലാണ് ആ ബിസിനസ് നടത്തുന്നതെങ്കിൽ, ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എങ്കിൽ മാത്രമേ ടാക്സബിലിറ്റി വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷമാണെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് വിദേശത്ത് നിന്ന് വരുന്ന ഇൻകത്തിന് എന്തില്ല, ടാക്സബിലിറ്റി ഇല്ല. ഓക്കെ, ഇനി നോൺ റെസിഡൻ്റ് കേസ് പറയുകയാണെങ്കിൽ 2 കേസിൽ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇൻകം എക്രൂഡ് ഇൻ ഇന്ത്യ ഡീംഡ് ടു ബി എക്രൂ ഇൻ ഇന്ത്യ. ഈ 2 കേസിൽ മാത്രമേ നോൺ റെസിഡൻറ്റ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി മറ്റൊരു കേസ് നോക്കാനുള്ളത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, വൈൽ കമ്പ്യൂട്ടിംഗ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ എസ്എസ്സി ഹൂ ഇസ് റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്, 3 കേസാണെങ്കിലും ദി ഫോളോയിങ് ഇൻകംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. ഫോളോയിങ് ഇൻകംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ആസ് ദേ ആർ എക്സംപ്റ്റഡ് ഇൻകം. ഈ ഫോളോയിങ് ഇൻകംസ് എന്താണ്, എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി അപ് ടു 10 lakh. ഒരു ഇന്ത്യൻ കമ്പനിക്ക് കിട്ടുന്ന ഡിവിഡൻഡ് അപ് ടു 10 lakh വരെയാണെങ്കിൽ, ഒരു ഇന്ത്യൻ കമ്പനിക്ക് കിട്ടുന്ന ഡിവിഡൻഡ് അപ് ടു 10 lakh വരെയാണെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ട, അത് എക്സംപ്റ്റഡ് ഇൻകം ആണ്. അത് എന്താണ് എക്സംപ്ഷൻ ആണ്. അതിൽ നമ്മൾ ടാക്സബിൾ ഇൻകത്തിലേക്ക് അത് ആഡ് ചെയ്യുക പോലും വേണ്ട. 10 lakhന് മുകളിലാണെങ്കിൽ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, രണ്ടാമത്തെ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ ആണെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകം ആണെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ട. കൃഷി ചെയ്തിട്ട് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട, അത് എക്സംപ്റ്റഡ് ആണ്, അത് കാണിക്കേ വേണ്ട ടാക്സിൽ. മൂന്നാമത്തത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നിന്ന് ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് സീനിയർ സിറ്റിസന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, എക്സംപ്ഷൻ കിട്ടുള്ളൂ. അത് ഡിഡക്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഒരു വലിയ തുക കൊണ്ടിട്ട് അവിടുന്ന് ഇൻട്രസ്റ്റ് എന്തെങ്കിലും സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ആറാമത്തത് ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനും എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊക്കെ എന്താണ്, എക്സംപ്റ്റഡ് ഇൻകംസ് ആണ്. അപ്പോൾ ഇതൊക്കെ നോക്കുക, ഇതിപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയോ അല്ലെങ്കിൽ HUF ഒക്കെ എന്താണ്, ഇവർ ഓൾറെഡി ടാക്സ് അടയ്ക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ഫേമിനൊരു SSE അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. HUFനെ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്.
ഇന്ത്യൻ കമ്പനിയെയും എന്താണ് ഇൻകം ടാക്സിൻ്റെ നിയമപ്രകാരം ഒരു പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ കമ്പനിക്കോ ഫേമിനോ HUFനോ കിട്ടുന്ന ഇൻകത്തിന് ആദ്യമേ എന്താണ് ഇവർ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മെമ്പേഴ്സിന് ഇത് വീതിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ മെമ്പേഴ്സും അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൻ്റെ ഒരു ലോജിക്കൽ സെൻസിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊരു ചോദ്യം ശ്രദ്ധിക്കാം. ഫ്രം ദി ഫോളോയിങ് ആർ ദി ഇൻകംസ് ഓഫ് മിസ്സിസ് മായ. മിസ്സിസ് മായയുടെ ഇൻകംസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20. 2019-20 പ്രീവിയസ് ഇയറിൽ മായക്ക് വന്ന ഇൻകംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഹൗസ് പ്രോപ്പർട്ടി കിട്ടിയ എന്താണ് 10,000. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ എത്രയാണ് 30,000. ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ, അതായത് പുറമേ നിന്ന് കിട്ടിയ ഇൻകമാണ്, പക്ഷെ എന്താണ് അത് കൺട്രോൾ ചെയ്തത് ഇന്ത്യയിൽ നിന്നാണ് 40,000 രൂപ. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് കിട്ടിയ എന്താണ് ഡിബെഞ്ചേഴ്സ് നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണ് 15,000 രൂപ. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടിയ അഗ്രികൾച്ചർ ലാൻഡിൽ നിന്ന് കിട്ടിയ എന്താണ് ഇൻകം എത്രയാണ് 12,000 രൂപ. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ 50,000. ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി 10,000. ഓക്കെ, ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി 10,000. അത് കഴിഞ്ഞ് പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിങ് പ്രീവിയസ്, അതായത് എന്നോ വന്ന ഒരു ഫോറിൻ ഇൻകം ഉണ്ടായിരുന്നു, അതെന്താണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മായ റെസിഡൻറ്റോ നോട്ട് ഓർഡിനറി റെസിഡൻറ്റോ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റോ ആണെങ്കിൽ എങ്ങനെയാണ് ഏതൊക്കെ ഇൻകത്തിനാണ് ഈ മായ എന്ന് പറഞ്ഞ വ്യക്തി ടാക്സ് അടയ്ക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ എന്താണ് റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ 3 പേർക്കും എന്താണ് 3 കണ്ടീഷൻ ആണെങ്കിലും 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിലും എന്താണ് ടാക്സബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആകുമ്പോൾ ഇവർക്ക്, അതായത് റെസിഡൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലോ മാത്രമേ ടാക്സബിലിറ്റി വരുന്നുള്ളൂ. നോൺ റെസിഡൻറ്റിന് അത് ടാക്സബിൾ അല്ല. ഓക്കെ, റിസീവ്ഡ് അക്രൂഡ്, ഡീം ടു ബി റിസീവ്ഡ്, ഡീം ടു ബി അക്രൂഡ്, ഇതിന് മാത്രമേ നോൺ റെസിഡൻറ്റിന് ടാക്സബിലിറ്റി വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇൻ ഇന്ത്യ ആകുമ്പോൾ 3 പേർക്കും എന്താണ് ടാക്സബിൾ ആണ്. കാര്യം എന്താണ് 3ഉം ഇറ്റ് ഈസ് അക്രൂഡ് ഇൻ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇംഗ്ലണ്ട് ആകുന്ന നേരത്ത് റെസിഡൻറ്റിന് മാത്രമേ എന്ത് വരുന്നുള്ളൂ ടാക്സബിലിറ്റി വരുന്നുള്ളൂ. നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിലിറ്റി വരുന്നില്ല. 6ാമത്തെ പോയിന്റ് ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഇൻ ഇന്ത്യ ആകുമ്പോൾ റെസിഡൻറ്റിന് എന്താണ് അഗ്രികൾച്ചർ ലാൻഡ് എന്താണ് അത് അഗ്രികൾച്ചറൽ ഇൻകം എന്താണ് അത് റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും ടാക്സബിൾ അല്ല. അപ്പോൾ 3 പേർക്കും ടാക്സബിലിറ്റി ഇല്ല. ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി ആകുമ്പോൾ റെസിഡൻറ്റിന് മാത്രം ടാക്സബിലിറ്റി ഉണ്ട്. ഓക്കെ, പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം ഫ്രം ഫോറിൻ, അതായിരുന്നു ലാസ്റ്റ് പോയിന്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടത്. അത് 3 പേർക്കും ടാക്സബിലിറ്റി ഇല്ല. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിൽ 1,17,000 വരും. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ 95,000 വരും. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ 55,000 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററായ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റിയിൽ പറയാനുള്ളത്.